കാർബൺ സീറോ കലാമിറ്റി എന്ന സന്ദേശവുമായി ശ്രീലങ്ക മുഴുവൻ സൈക്കിളിൽ പര്യടനം നടത്തി ശ്രദ്ധേയനായ കോഴിക്കോട് സ്വദേശി അഭിലാഷ് പുത്തഞ്ചേരിയുടെ കാൽനടയാത്രയ്ക്ക് കായംകുളത്ത് സ്വീകരണം നൽകി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് യാത്രയ്ക്ക് സ്വീകരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. ആളുകളിൽ നടത്തം കുറയുന്നതും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതുമായ സാഹചര്യത്തിൽ നടത്തത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിതത്തിലേക്ക് ഒരു നടത്തമെന്ന സന്ദേശവുമായാണ് യാത്ര നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പുത്തഞ്ചേരി സ്വദേശിയായ വടേക്കണ്ടി വീട്ടിൽ ആണ്ടിക്കുട്ടിയുടെയും വിലാസിനിയുടെയും മകനായ 44-കാരനായ അധ്യാപകൻ അഭിലാഷ് ജന്മനാടിന് തൊട്ടടുത്തുള്ള മൊടക്കല്ലൂരിൽ നിന്നാണ് കാൽനടയാത്ര ആരംഭിച്ചത്. തിരുവനന്തപുരത്തേക്കുള്ള ഈ യാത്രക്കിടയിൽ പെട്രോൾ പമ്പുകൾ, ക്ഷേത്രം, പള്ളി പരിസരങ്ങൾ, ക്ലബ്ബുകൾ, സുഹൃത്തുക്കളുടെ വീടുകൾ എന്നിവിടങ്ങളിലാണ് അദ്ദേഹം ടെന്റടിച്ച് താമസിക്കുന്നത്. ജൂൺ അവസാനത്തോടെ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന് മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും നേരിൽ കണ്ട് യാത്രാ സന്ദേശം കൈമാറാനാണ് അഭിലാഷ് ലക്ഷ്യമിടുന്നത്. കായംകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ അഭിലാഷ് പുത്തഞ്ചേരി വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ സന്ദേശം നൽകി. തലകറക്കം വന്ന സമയത്ത് ഞാൻ അവിടെ വീണുപോയി. എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധിച്ച സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 എത്തിയിട്ടുണ്ട്. 400 ഷുഗർ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മരിച്ചതിന് തുല്യമാണ്. ഡോക്ടർ പറഞ്ഞ് നിങ്ങളിവിടെ എത്തിയത് നന്നായി, നിങ്ങളെന്താണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെന്ന് പറഞ്ഞു. ഡോക്ടർ കുറച്ച് ഗുളികകളൊക്കെ തന്ന് ആ മെഡിസിൻസൊക്കെ ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ച്. അപ്പോൾ മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഭേദപ്പെടും, നിർത്തുന്ന സമയത്ത് ഇത് വീണ്ടും വരും. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചത്. നമ്മുടെ കാഫ് മസിൽ, കാലിൻ്റെ കാഫ് മസിൽ നമ്മൾ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഷുഗർ മാറുമെന്ന്. കാഫ് മസിൽ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാഫ് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാർട്ടാണ്. അങ്ങനെ എൻ്റെ 42-ാമത്തെ വയസ്സിൽ ഞാൻ സൈക്കിൾ പഠിക്കുകയാണ്. അതുവരെ എനിക്ക് സൈക്കിൾ അറിയില്ല. കാഫ് മസിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ പഠിച്ചത്. അങ്ങനെ സൈക്കിൾ പഠിച്ചു. കേരളത്തിലെ 14 ജില്ലകളിലൂടെ ഞാൻ സൈക്കിള് ഓടിച്ച് ലഹരി വിരുദ്ധ സന്ദേശമായിട്ടാണ് ഈ 14 ജില്ലകളിൽ പോയത്. അതേപോലെ തന്നെ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ ധനുഷ്കോടിയിലേക്ക് സൈക്കിൾ ഓടിച്ചു പോയി. കഴിഞ്ഞ വെക്കേഷനിൽ എൻ്റെ നാട്ടിൽ നിന്ന് തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിലോട്ട് സൈക്കിൾ ഓടിച്ചു പോയി. ശ്രീലങ്കയിലേക്ക് സൈക്കിൾ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക ഒരു ദ്വീപ് രാജ്യമാണ്. നമുക്ക് 2 മാർഗമാണ് ശ്രീലങ്കയിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. ഒന്ന് ഫ്ലൈറ്റും ഒന്ന് ഫെറിയും, ബോട്ട്. അപ്പം ഞാൻ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അവിടുന്ന് ബോട്ടിൽ ശ്രീലങ്കയ്ക്ക് അടുത്തുള്ള ജാഫ്ന അങ്ങോട്ട് പോയിട്ട് 1 മാസം മൊത്തം ശ്രീലങ്ക കറങ്ങി തിരിച്ച് എത്തിയത്. 1 മാസമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പം ഇത്തരത്തിലുള്ള യാത്രകൾ, സൈക്കിൾ യാത്രകളും അതേപോലെ തന്നെ നടത്തവും ഓട്ടമൊക്കെ തുടങ്ങിയോടുകൂടി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട ആ രോഗം ഷുഗർ, അതെന്താണ് താനെ മാറിയിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ആ ജീവിത അനുഭവം കാണുന്ന ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യാത്ര സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ MH രമേശ് കുമാർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർ രാജലക്ഷ്മി സ്വാഗതവും വോളണ്ടിയർ സെക്രട്ടറി ശ്രീലക്ഷ്മി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.